എല്ലാവർക്കും മോദി കെയർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ജീവിതത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ, കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം 1 കൊല്ലത്തോളം ആവുന്നു, നമ്മുടെ മൊത്തം ജീവിതത്തിന് തന്നെ ഒരു പ്രത്യേക രീതിയിലേക്ക് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോവിഡ് പാൻഡമിക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു വലിയൊരു ചലഞ്ചിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു എക്സ്ട്രാ ഇൻകം, ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. ലോകത്ത് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട്, എന്നാൽ ആ പല ബിസിനസ് മോഡലുകളും ചില പ്രത്യേക തരം ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ്. എന്നാൽ ഇന്റർനെറ്റിന്റെ വരവോടുകൂടി, ടെക്നോളജിയുടെ വരവോടുകൂടി പലതരത്തിലുള്ള ബിസിനസ് മോഡലുകളും ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഒരു ബിസിനസ് മോഡലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു പുതിയ ചിന്തയോടുകൂടിയായിരിക്കണം നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ ഇരിക്കേണ്ടത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇതൊരു വഴിത്തിരിവാവണം എന്നൊരു വലിയ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ബിസിനസ് മോഡൽ എല്ലാവർക്കും അറിയാം. ഡയറക്ട് സെല്ലിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. ലോകത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഒരു ബിസിനസ് മോഡൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങളാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20-25 വർഷത്തോളമായി ഈ ഒരു ഇൻഡസ്ട്രി, ഈ ഒരു ബിസിനസ് മോഡൽ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും ഈ അടുത്ത കാലത്താണ് ഈ ഒരു ബിസിനസ്സിനെ ഒരു ഇൻഡസ്ട്രിയായി, അല്ലെങ്കിൽ വളരെ ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലായിട്ട് ഈവൻ ഗവൺമെന്റുകൾ പോലും കാണാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആളുകൾക്ക് ഈ ബിസിനസ് മോഡലിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും ഈ ബിസിനസ് മോഡൽ എന്താണെന്നുള്ള ഒരുപക്ഷെ അറിവില്ലായ്മയും കാരണം പലപ്പോഴും ഈ ബിസിനസ് മോഡലിനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും വ്യക്തമായി നമ്മൾ അറിയേണ്ടതുണ്ട് എന്താണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്നുള്ളത്. അതിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ വേഗതയിൽ കുതിക്കുന്ന, ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്, ആൻഡ് ദാറ്റ് ഈസ് മോദി കെയർ ലിമിറ്റഡ്. മോദി കെയർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ അസാധാരണമായ നേട്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിലൊരാളായി നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്. എന്റെ പേര് ജിഷാദ് ബക്കർ. കഴിഞ്ഞ 7 വർഷത്തോളമായി മോദി കെയർ ബിസിനസ്സിലുണ്ട്. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല കമ്പനികൾക്കും സെയിൽസ് പ്രോഗ്രാമും അതുപോലെ തന്നെ ലീഡർഷിപ്പ് പ്രോഗ്രാമും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോദി കെയർ എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിന്റെ ഡെപ്ത് ഞാൻ ശരിക്കും തിരിച്ചറിയുന്നത്. എന്റെ സുഹൃത്ത് മിസ്റ്റർ ദിനേശ് നാരായൺ, അദ്ദേഹത്തോടൊപ്പം 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ മോദി കെയർ ബിസിനസ് തുടങ്ങുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരുപാട് അഭിമാനം തോന്നുന്നു. കാരണം ഒട്ടനവധി പേരുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി ഞങ്ങളുടെ തീരുമാനം എന്നതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ അന്ന് തുടങ്ങി വെച്ച ഞങ്ങളുടെ ബിസിനസ് ഇന്ന് ഒരുപാട് സംസ്ഥാനങ്ങളിൽ, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്തും നിരവധി പേരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു അവസരമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിലുള്ള കുറച്ചുകൂടെ ബെനിഫിറ്റ്സുകൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ചെയർമാൻ മിസ്റ്റർ സമീർ മോദി കഴിഞ്ഞ ഒക്ടോബറിൽ സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡ് എന്ന പേരിൽ ഒരു പുതിയ മോഡിഫിക്കേഷൻ ചെയ്യുകയുണ്ടായി. ആ മോഡിഫിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് കേൾക്കുന്നവരെ ഞാൻ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്ക് വളരെ ഹൃദയപൂർവ്വം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ഒരു ബിസിനസ്സിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത എല്ലാ അച്ചീവേഴ്സിനെയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ ഒരു സ്ലൈഡ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും അടുത്ത കുറച്ച് സമയം ഈ ഒരു സ്ലൈഡ് വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക, ഈ ഒരു പ്രസന്റേഷൻ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രസന്റേഷൻ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കും ആ ഉറപ്പുണ്ടാകണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. വെൽക്കം ടു മോദി കെയർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ബിസിനസ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഒരുപാട് പേരുടെ ജീവിതത്തിലാണ് വലിയ വലിയ നേട്ടങ്ങൾ, വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ധരിക്കുന്നത് ഇത് പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ബിസിനസ് മോഡലാണെന്നാണ്, അല്ലെങ്കിൽ എളുപ്പം പണക്കാരനാകാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണെന്നാണ്.
എന്നാൽ സത്യത്തിൽ ഇതൊരു വെറും ഒരു ബിസിനസ് മാത്രമാണ്, ഇതൊരു ബിസിനസ് മോഡൽ മാത്രമാണ്. പക്ഷെ മറ്റുള്ള ബിസിനസ്സിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു ടീം വർക്കിന്റെ സപ്പോർട്ടോടുകൂടി, ഒരു ടീമിന്റെ സപ്പോർട്ടോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വളരെ വേഗതയിൽ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഒരു ടീമിന്റെ സപ്പോർട്ടോടു കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ നമുക്ക് ഒരു സാധാരണ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആയുസ്സിൽ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ തിരിച്ചറിയുക, നമ്മളൊരു ടീമിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. എനിവേ, എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ, ഈ ഒരു ബിസിനസ് അവസരം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. വെൽക്കം ടു വണ്ടർഫുൾ വേൾഡ് ഓഫ് മോദി കെയർ, മൈ ഡിയർ ഫ്രണ്ട്സ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്തരത്തിലൊരു ബിസിനസ് മോഡൽ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും മറുപടി തീർച്ചയായിട്ടും യെസ് എന്ന് തന്നെയായിരിക്കും. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ജീവിതത്തിൽ സ്വപ്നങ്ങളില്ലാത്തവർ വളരെ വളരെ ഒരുപക്ഷെ അപൂർവമായിരിക്കും. പലതരത്തിലുള്ള സ്വപ്നങ്ങളാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ വലിയ വീട് വാങ്ങിക്കണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ലോകം മുഴുവൻ ചുറ്റിക്കാണണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്നായിരിക്കാം. ഇങ്ങനെയാണ് നമ്മളുടെ സ്വപ്നങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കറിയാം, ഒരു പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് പുറകിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1960കളിലും 70കളിലും ഒക്കെ 100 രൂപയ്ക്ക് വലിയ മൂല്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 80കളായപ്പോൾ അത് 1000 രൂപയോളമായി. 2000-ൽ നമുക്കറിയാം 10,000 രൂപ എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയുടെ ശമ്പളമായിരുന്നു. എന്നാൽ 2020 ആകുമ്പോഴേക്കും 10,000 രൂപ എന്ന് പറയുന്നത് ഒന്നിനും തികയാത്ത ഒരവസ്ഥയാണ്. ലക്ഷറി അല്ല, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ്, മിനിമം ആവശ്യകതകൾ, അത് മാത്രം നമ്മൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് മിനിമം 1,00,000 രൂപയെങ്കിലും വരുമാനം വേണമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഭാരതത്തിലാണ്. നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനും പിന്നീട് ഒരിക്കലും വില കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ള പോംവഴി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആളുകൾ അവരുടെ വരുമാനം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അവരുടെ സ്വപ്നങ്ങൾ അവർ നേടിയെടുക്കുന്നത്. ലോകത്ത് എല്ലാ ആളുകൾക്കും സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. സ്വപ്നങ്ങൾ ഉള്ളവരാണ് ഈ ലോകത്തെ തന്നെ പടുത്തുയർത്തുന്നത്. ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വപ്നങ്ങളുള്ള ആൾക്കാരാണ്. ലോകത്ത് ഭൂരിഭാഗം ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ആക്റ്റീവ് പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി പ്ലാൻ ആണ്. ഡിപ്പെൻഡൻസി പ്ലാൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു പ്ലാൻ. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് വരുമാനം തരുന്ന ഒരു ഇൻകത്തിനെയാണ്, അല്ലെങ്കിൽ ഇൻകം പ്ലാനെയാണ് നമ്മൾ ആക്റ്റീവ് ഇൻകം പ്ലാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പക്ഷേ 25-ാമത്തെ വയസ്സിലോ മറ്റോ നമ്മൾ ജോലിക്ക് കയറുന്നു, ദെൻ 40 വർഷം നമ്മൾ ജോലി ചെയ്യുന്നു, 65-ാമത്തെ വയസ്സിൽ നമ്മൾ റിട്ടയർ ചെയ്യുന്നു. വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുമാനമുണ്ട്, വർക്കിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ നമുക്ക് വരുമാനമില്ല. എംപ്ലോയീസും സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകളും, ദാറ്റ് മീൻസ് ഷോപ്പ് കീപ്പേഴ്സ്, പ്രൊഫഷണൽ, ഡോക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാറ്റഗറി ആളുകളും ഈ ഒരു സെഗ്മെന്റിലാണ് വരുന്നത്, ആക്റ്റീവ് ഇൻകം പ്ലാനിലാണ് വരുന്നത്. ലോകത്ത് ഭൂരിഭാഗം ആളുകളും ആക്റ്റീവ് ഇൻകം പ്ലാനാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ വളരെ ചെറിയ ശതമാനം ആളുകൾ മറ്റൊരു പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആ പ്ലാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ആ പ്ലാൻ നമ്മൾ പറയുന്നത് ആസാദി പ്ലാൻ അല്ലെങ്കിൽ പാസീവ് ഇൻകം പ്ലാൻ എന്നാണ് പറയുന്നത്. എന്താണ് പാസീവ് ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മനസ്സിലാക്കുക, പാസീവ് ഇൻകം പ്ലാൻ എന്ന് പറയുന്നത് ഇനീഷ്യലി നിങ്ങൾ കുറച്ചു കാലം കൂടുതൽ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു, ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് ഒരുപക്ഷെ ആ എഫേർട്ടിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഈ ഗ്രാഫിലേക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാകും, ഇനീഷ്യൽ ടൈമിൽ നിങ്ങളുടെ എഫേർട്ട് വളരെ കൂടുതലാണ്. എന്നാൽ പിന്നീട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ എഫേർട്ട് കുറയുകയും നിങ്ങളുടെ ഇൻകം വലിയ രീതിയിലേക്ക് ജമ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് മോദി കെയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെ വിളിക്കുന്നത് ആസാദി പ്ലാൻ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് ആസാദി പ്ലാൻ വിളിക്കുന്നു എന്നുള്ളത് ഞാൻ വഴിയെ നിങ്ങളോട് സംസാരിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മോദി കെയറിലൂടെ മാത്രമല്ല. നിങ്ങൾ ഒരുപക്ഷെ ഒരു കലാകാരനാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു നല്ല പാട്ട് പാടാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ചിത്രം വരയ്ക്കാൻ കഴിയുമെങ്കിൽ,
നിങ്ങൾക്ക് വലിയ രീതിയിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പാസീവ് ഇൻകം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. പക്ഷേ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വിജയിക്കാൻ കഴിയുന്ന നമ്പർ 1 ആസാദി പ്ലാൻ അല്ലെങ്കിൽ നമ്പർ 1 പാസീവ് ഇൻകം മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഡയറക്ട് സെല്ലിംഗ്, മൈ ഡിയർ ഫ്രണ്ട്സ്. അത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണ്. അതാണ് നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്ട് സെല്ലിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഒരു ടീമിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പാസീവ് ഇൻകം നമുക്ക് എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. നമുക്ക് നോക്കാം എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മേ ബി ഡയറക്ട് സെല്ലിംഗിൽ ഒരു പുതുമുഖമായേക്കാം. പക്ഷെ തിരിച്ചറിയാൻ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഫിനാൻഷ്യൽ മോഡലാണ്, ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മോഡലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും ആളുകൾ ധരിക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പണം പെട്ടെന്ന് ഇരട്ടിക്കുന്ന ഒരു ബിസിനസ് ആണെന്നാണ്, പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് ആണെന്നാണ്. അൺഫോർച്ചുനേറ്റ്ലി ഒരിക്കലും അതല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ട്രഡീഷണൽ ബിസിനസ് മോഡൽ ഒരു പ്രോഡക്റ്റ്, ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു ഉൽപ്പന്നം കസ്റ്റമറിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രഡീഷണൽ നെറ്റ്വർക്ക് ഉണ്ട്. ആ ട്രഡീഷണൽ നെറ്റ്വർക്കിനെ നമുക്ക് വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്നാൽ ഡയറക്ട് സെല്ലിംഗിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു ട്രഡീഷണൽ നെറ്റ്വർക്ക് നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അതിനു പകരം കൺസൾട്ടൻസോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ആയിരിക്കും. അത് മാത്രവുമല്ല, ഒരു ഭീമമായ തുക ഈ ഉൽപ്പന്നം കസ്റ്റമർ വാങ്ങിക്കുന്നതിന് വേണ്ടി, ഈ ഉൽപ്പന്നത്തിന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നതിന് വേണ്ടി ഒരു ഭീമമായ തുക അഡ്വർടൈസ്മെന്റ് വേണ്ടി ചെലവഴിക്കുന്നു. എന്നാൽ ഡയറക്ട് സെല്ലിംഗിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക നിങ്ങൾ, ഇപ്പോഴത്തെ ഈ ഒരു ഇന്റർനെറ്റ് യുഗത്തിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇടനിലക്കാരില്ലാതെ കസ്റ്റമേഴ്സിന്, ഉപഭോക്താവിന് എത്തിച്ചു കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ഡയറക്ട് സെല്ലിംഗിന്റെ ഗ്രോത്ത് ഒരുപക്ഷെ 10 മടങ്ങോ 100 മടങ്ങോ വേഗതയിൽ കുതിക്കുന്നത്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും നല്ല സമയത്ത് ഈ ബിസിനസ്സിലേക്ക് വരാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും ഇവിടെ സേവ് ചെയ്യപ്പെടുന്ന ഒരു മണി അല്ലെങ്കിൽ ആ ബെനിഫിറ്റ് ആണ് ഇവിടെ കൺസൾട്ടൻസിന്, അല്ലെങ്കിൽ ഇപ്പൊ മോദി കെയറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മോദി കെയർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു ബോണസ് ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കുന്നത്. അത് മാത്രമല്ല, എന്താണ് ഡയറക്ട് സെല്ലിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അത് നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്, ഒരു പക്ഷേ നമ്മളെ പോലെയുള്ള എല്ലാ ആളുകൾക്കും ഏറ്റവും വലിയ ഒരു ഐ ഓപ്പണർ ആയിട്ട് മാറേണ്ടതോ ഇത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണെന്നാണ്. അത് മാത്രവുമല്ല, നമുക്ക് സാധാരണ ബിസിനസ്സിൽ നമ്മൾ കാണുന്ന ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ, ഓഫീസ്, ഗോഡൌൺ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് ഫാക്ടർ സീറോ ആണ്. അൺലിമിറ്റഡ് ഇൻകം, ഫാമിലി ബിസിനസ്, ട്രാൻസ്ഫറബിൾ ബിസിനസ്, പ്രത്യേകിച്ചൊരു മുൻപരിചയം ആവശ്യമില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചു പാസീവ് ഇൻകം, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇൻകം തരുന്ന ഒരു ഫെസിലിറ്റി, ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെയോ ബിസിനസിനെയോ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ മോദി കെയർ നിങ്ങളെ സഹായിക്കുന്നു, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നിങ്ങളെ സഹായിക്കുന്നു. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പലപ്പോഴും നമ്മൾ ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെയും നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഇനി എന്താണ് ഡയറക്ട് സെല്ലിംഗിന്റെ ഫ്യൂച്ചർ, അതും കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഡയറക്ട് സെല്ലിംഗിന്റെ ഫ്യൂച്ചർ വളരെ വളരെ ബ്രൈറ്റ് ആണെന്നാണ് KPMG പോലെയുള്ള കൺസൾട്ടിംഗ് കമ്പനികൾ പറയുന്നത്. ഫിക്കി പോലെയുള്ള ഓർഗനൈസേഷൻ അതിനെ എൻഡോസ് ചെയ്യുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഡയറക്ട് സെല്ലിംഗിന്റെ ഗ്രോത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് 15,000-നും താഴെയാണ്, 15,000 കോടിക്ക് താഴെയാണ്, 15,000 ക്രോസിന് താഴെയാണ്. എന്നാൽ ഈ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 2025 ആകുമ്പോഴേക്കും 64,500 കോടി രൂപയോളം ബിസിനസ് ആണ് ഈ ഒരു മേഖലയിൽ നടക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ശരിക്കും ആലോചിച്ച് നോക്കുക, ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇത്രയും വലിയ ഒരു കുതിപ്പാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ വളരെ ശ്രദ്ധിച്ചു വേണം. അതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഡയറക്ട് സെല്ലിംഗ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ നല്ല കമ്പനിയാണോ തിരഞ്ഞെടുക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നല്ല കമ്പനി തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഒരു നല്ല കമ്പനി തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും നമ്മൾ ആലോചിക്കണം. ഒരു നല്ല കമ്പനി തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡങ്ങൾ, നല്ല പ്രൊഫൈൽ ഉണ്ടായിരിക്കണം ആ കമ്പനിക്ക്, നല്ല പ്രോഡക്ട്സുകൾ ഉണ്ടായിരിക്കണം, യുണീക് ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടായിരിക്കണം,
കോമ്പൻസേഷൻ പ്ലാൻ ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം, അല്ലാതെ ആളുകളെ ചേർക്കുമ്പോൾ വരുമാനം തരുന്ന പ്ലാൻ ആകരുത്. ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം, ഒരു കോമ്പൻസേഷൻ പ്ലാൻ ആയിരിക്കണം, ഒരു ഇൻകം പ്ലാൻ ആയിരിക്കണം ആ കമ്പനിക്ക് ഉണ്ടാവേണ്ടത്. നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശക്തമായ ഒരു ലേണിംഗ് സിസ്റ്റം ആ കമ്പനിക്കുണ്ടോ, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടോ, ഒരു ട്രെയിനിങ് മാനുവൽ ആ കമ്പനിക്കുണ്ടോ. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും ഒരുപോലെ ട്രെയിൻ ചെയ്ത് അവരുടെ ഡ്രീം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, അവരുടെ ഡ്രീം അച്ചീവ് ചെയ്തെടുക്കാനുള്ള നല്ല ഒരു ട്രെയിനിങ് സിസ്റ്റം ആ കമ്പനിക്കുണ്ടോ. ഈ 4 കാര്യങ്ങളുടെയും ഒരു കോമ്പിനേഷനാണ് നിങ്ങൾക്ക് ഒരു നല്ല കമ്പനി തരുന്നത്. അത് മാത്രവുമല്ല, ഇന്ത്യയിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നല്ല കമ്പനികളുടെ കൂട്ടായ്മയാണ് IDSC എന്ന് പറയുന്നത്, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. സോ IDSCയുടെ മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്പനിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ തീരുമാനത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല. ഇവിടെ ഈ ഒരു അവസരത്തിൽ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ 4 കാര്യങ്ങളുടെയും ഒരു റയർ കോമ്പിനേഷനാണ് ഇന്ന് മോദി കെയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ 4 കാര്യങ്ങളും നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഒരു കമ്പനിയാണ് മോദി കെയർ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും മോദി കെയർ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഫൈൽ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന മിസ്റ്റർ സമീർ മോദി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയിൽ ആസാദി റവല്യൂഷന് 1996 തുടക്കം കുറിക്കുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി 1996 ഇന്ത്യയിൽ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി രൂപപ്പെടുന്നത്. 96 വലിയ വ്യക്തമായ ഒരു വിഷനോട് കൂടി. എന്താണ് നമ്മുടെ വിഷൻ? വി ആർ എ സിംഗിൾ പ്രൊഡക്റ്റ് കമ്പനി ആൻഡ് അവർ പ്രൊഡക്റ്റ് ഈസ് ആസാദി. ആസാദി എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യം. നമുക്കറിയാം 1947 1947 നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഇപ്പോഴും ഫിനാൻഷ്യലി നമ്മൾ ഫ്രീ അല്ല. നമ്മൾ ഇപ്പോഴും സാമ്പത്തികമായി വലിയ വലിയ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യയിലെ ഓരോ പൗരനും സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ് സമീർ മോദി 1996 ഈ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നത്. നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാം, ഇന്ത്യയിൽ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. മോദി കെയറിന്റെ പ്രൊഫൈൽ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ ശരിയായിട്ടുള്ള ഡീറ്റെയിൽ പ്രൊഫൈൽ നമ്മൾ ഒന്ന് പഠിക്കുക. 1933 400 രൂപ മുതൽ മുടക്കിലാണ് സമീർ മോദിയുടെ ഗ്രാൻഡ് ഫാദർ റായ് ബഹാദൂർ ഗുജർമാൽ മോദി ഗ്രൂപ്പിന് തുടക്കമിടുന്നത്. ഒരു ഷുഗർ ഫാക്ടറിയിലാണ് മോദി ഗ്രൂപ്പിന്റെ തുടക്കം. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ KK മോദി, അദ്ദേഹം മോദി എന്റർപ്രൈസസ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കമ്പനിയാക്കി മാറ്റി. 90-ലധികം രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, 63,000 കോടി രൂപയുടെ ആസ്തി, 28,000-ലധികം എംപ്ലോയീസിന്റെ ബാക്കപ്പ് തുടങ്ങി വലിയ ഒരു സാമ്രാജ്യമാക്കി മോദി ഗ്രൂപ്പിനെ മാറ്റി. KK മോദിയുടെ മകനാണ് സമീർ മോദി എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ആലോചിക്കുക, നമ്മളിപ്പോ വന്നു നിൽക്കുന്നത് 3rd ജനറേഷനിലാണ്. നമുക്ക് വളരെ ധൈര്യത്തോടു കൂടി നമുക്ക് പറയാം, ഈ കമ്പനി ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമീർ മോദിയുടെ വരവോടുകൂടി മോദി കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാകുന്നു. അത് വെറും ഒരു സ്ഥാപനമല്ല, വ്യക്തമായ ഫിലോസഫിയോടുകൂടി, വ്യക്തമായ ക്വാളിറ്റി പോളിസിയോടുകൂടി ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കൊടുക്കണമെന്ന വലിയൊരു വിഷനോട് കൂടിയാണ് ഈ കമ്പനി വന്നത്. നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് നമ്മൾ കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ്. ഓരോ പ്രൊഡക്റ്റിനും 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ് മിസ്റ്റർ സമീർ മോദി പ്രോമിസ് ചെയ്യുന്നത്. അത് വെറും വാക്കല്ല. ഓരോ പ്രൊഡക്റ്റിലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ നിങ്ങൾക്ക് കാണാം. ഓരോ പ്രൊഡക്റ്റിലും നിങ്ങൾക്ക് സിഗ്നേച്ചർ കാണാം. ഞാൻ ഇന്നുവരെ ലോകത്തിൽ ഒരു പ്രൊഡക്റ്റിലും ഇതുപോലൊരു സിഗ്നേച്ചർ കണ്ടിട്ടില്ല. അത് തന്നെയാണ് മോദി കെയറിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. എക്സലന്റ് ആയിട്ടുള്ള യുണീക് ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റുകൾ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. അത് മാത്രമല്ല, ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഒരുപാട് അവാർഡുകളും ഒരുപാട് മൈൽ സ്റ്റോൺസും നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വരുമാന മാർഗമായി അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മോദി കെയറിനെ കൺസിഡർ ചെയ്യുന്നു. ഓരോ മാസവും 3 ലക്ഷത്തിലധികം ആളുകളാണ് മോദി കെയർ പ്ലാറ്റ്ഫോമിലേക്ക് ഓൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ തീരുമാനം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ തീരുമാനമെടുക്കുന്നതിനൊപ്പം ഇന്ന് 3 ലക്ഷത്തിലധികം ആളുകൾ ഇത് ഒരു ബിസിനസ് മോഡലായി അല്ലെങ്കിൽ അവരവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു വേദിയായി ഇന്ന് മോദി കെയറിനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മോദി കെയറിന്റെ പ്രോഡക്റ്റ് റേഞ്ചുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് റേഞ്ച് കൂടുതൽ സന്തോഷം തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ നിത്യജീവിതത്തിനെ ബന്ധപ്പെടുത്തുന്ന നിരവധി പ്രോഡക്ട്സുകളാണ് മോദി കെയർ കമ്പനി യുണീക് ക്വാളിറ്റിയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
12 കാറ്റഗറിയിലായിട്ടുള്ള 400-ലധികം പ്രോഡക്റ്റുകളാണ് മോദി കെയർ കമ്പനി നമുക്ക് തരുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, ഇത്രയും കാറ്റഗറി പ്രോഡക്റ്റുകളുള്ള മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമുക്ക് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് മോദി കെയർ മാത്രം സ്വന്തമാണ്. 12 കാറ്റഗറിയിലായിട്ട് 400-ലധികം ഉൽപ്പന്നങ്ങളാണ് മോദി കെയർ കമ്പനി നമുക്ക് തരുന്നത്. ഓരോ കാറ്റഗറികളും എന്താണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വെൽനസ് കാറ്റഗറിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വെൽനസ് എന്ന് പറയുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ പ്രതിരോധ ശക്തിയെക്കുറിച്ച് നമ്മൾ വളരെ ആശങ്കാകുലരാണ്. അവിടെയാണ് മോദി കെയർ വെൽനസ് പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, ആരോഗ്യമുള്ള സമയത്താണ് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ സംരക്ഷിക്കേണ്ടത്, അല്ലാതെ അസുഖം വരുമ്പോഴല്ല. സോ നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ നിത്യജീവിതത്തിൽ കിട്ടാതെ പോകുന്ന പ്രോട്ടീൻസും വിറ്റമിൻസും മിനറൽസും എല്ലാം നമുക്ക് മോദി കെയർ ഫുഡ് സപ്ലിമെന്റിലൂടെ നമുക്ക് തരുന്നു. അതാണ് മോദി കെയർ വെൽ റേഞ്ച് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. നിരവധി ഉൽപ്പന്നങ്ങളാണ് കമ്പനി ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ബേബി സ്പാ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ന്യൂ ബോൺ ബേബീസിന് ആവശ്യമായിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് ബേബി സ്പാ കാറ്റഗറിയിൽ തരുന്നു. അതുപോലെ തന്നെ ഫ്രീഡം സാനിറ്ററി നാപ്കിൻ, സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്ന വളരെ നല്ല സാനിറ്ററി നാപ്കിൻസ് മോദി കെയർ പ്രോഡക്റ്റ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കെയർ കോസ്മെറ്റിക് റേഞ്ചിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് നമുക്കുള്ളത്, ശ്ലോക ആൻഡ് അർബൻ കളർ. ഓരോ സ്കിൻ ടോണിനും അനുസരിച്ചുള്ള നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ശ്ലോക ആൻഡ് അർബൻ കളർ കാറ്റഗറിയിൽ കമ്പനി നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ അടുത്തത് എസെൻഷ്യൽ ആൻഡ് ഫ്രൂട്ട് ഓഫ് എർത്ത്. നമുക്ക് നമ്മളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ, ടാൽക്കം പൗഡർ, ബോഡി ലോഷൻസ്, പെർഫ്യൂംസ്, ഷാംപൂസ് തുടങ്ങിയിട്ടുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് എസെൻഷ്യൽ ആൻഡ് ഫ്രൂട്ട് ഓഫ് എർത്ത് കാറ്റഗറിയിൽ നമുക്ക് തരുന്നു. ദെൻ ഫുഡ് ആൻഡ് ബിവറേജ്, മോദി കെയർ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഫുഡ് ആൻഡ് ബിവറേജ് കാറ്റഗറി എന്ന് പറയുന്നത്. ഈ കാറ്റഗറിയിൽ നമുക്ക് ടീ, കോഫി, മസാലകൾ, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, റൈസ് ബ്രാൻ ഓയിൽ, ഗീ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ, നിത്യജീവിതത്തിൽ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ കമ്പനി നമുക്ക് തരുന്നത്. ദെൻ അതുപോലെ തന്നെ സോപ്പ് വാഷ് ആൻഡ് ഫ്രഷ് മൊമെന്റ്സ്, പേഴ്സണൽ കെയർ കാറ്റഗറിയിൽ നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ട്. അതുപോലെ തന്നെ 5 ടൈപ്പ് സോപ്പുകൾ ഇപ്പൊ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ക്വാളിറ്റിയിലുള്ള പേസ്റ്റുകളും കമ്പനി നമുക്ക് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് മോദി കെയർ കമ്പനി തരുന്നത്. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെയർ എന്നൊരു വലിയൊരു കമേഴ്സ്യൽ വാല്യൂ ഒരു സെഗ്മെന്റ് ആണ് ഹെയർ എന്ന് പറയുന്നത്. സോ ആ സെഗ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് സലൂൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സലൂൺ ഷാംപൂസ്, സലൂൺ ഹെയർ ഓയിൽ, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നിരവധി ഓയിലുകൾ, ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയുടെ മാത്രമായിട്ടുള്ള ഒരു കാറ്റഗറി ഇപ്പോൾ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബിയേർഡ് ഓയിൽ പോലെയുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കാറുണ്ട്, എയർ പ്യൂരിഫയർ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും റേഡിയേഷൻ നമ്മൾ ഒരിക്കലും നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. സോ ഇവിടെ നമ്മുടെ കമ്പനി നമുക്ക് എൻവിറോ ചിപ്പ് ആൻഡ് എൻവിറോ ഗ്ലോബ്, ഈ 2 പ്രൊഡക്റ്റിലൂടെ നമുക്ക് റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം കെയർ സെഗ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ക്ലീനിങ് പ്രൊഡക്റ്റുകളുണ്ട്. പലപ്പോഴും വളരെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ മോദി കെയറിൽ നമുക്ക് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിരവധി ക്ലീനിങ് പ്രൊഡക്റ്റുകൾ കമ്പനി നമുക്ക് തരുന്നുണ്ട്. ടോയ്ലറ്റ് ക്ലീനിങ്, അതുപോലെ തന്നെ ബാത്റൂം ക്ലീനിങ്, ഫ്ലോർ ക്ലീനിങ്, ഡിഷ് വാഷ് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് ഈ ഒരു ഹോം കെയർ കാറ്റഗറിയിൽ നമുക്ക് തരുന്നത്. ദെൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം അത്യാവശ്യമുള്ള ചില ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട ചില ഉൽപ്പന്നങ്ങൾ മോദി കെയർ കമ്പനി ഈ അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാസ്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആന്റി ബാക്ടീരിയൽ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച മാസ്കുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സാനിറ്റൈസിങ് അവൈലബിൾ ആണ്. ജെർമി ബെസ്റ്റ് പോലെയുള്ള സ്പ്രേകൾ അവൈലബിൾ ആണ്. സോ ശരിക്കും നമുക്ക് കൊറോണയെ നമുക്ക് മാറ്റി നിർത്താൻ നമുക്ക് കഴിയും ഒരു പരിധിവരെ. ദെൻ അതുപോലെ തന്നെ വാഷ്മേറ്റ്, നമുക്കറിയാം ഡിറ്റർജന്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യയിൽ തന്നെ FMCG കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് സെഗ്മെന്റ് ആണ് വാഷ്മേറ്റ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് എന്ന് പറയുന്ന സെഗ്മെന്റ്. അതിൽ വാഷ്മേറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ മോദി കെയർ കമ്പനി ലിക്വിഡ് ഡിറ്റർജന്റ്, അതുപോലെ തന്നെ മെഷീൻ വാഷ്, അതുപോലെ തന്നെ ബക്കറ്റ് വാഷ് തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് വാഷ്മേറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് കമ്പനി തരുന്നത്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ പ്രൊഡക്റ്റുകൾക്കുള്ളതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരു ബ്രാൻഡ് നിങ്ങൾ തേടി പോകേണ്ടി വരില്ല. അത്രയും യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് കമ്പനി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു
കാറ്റഗറിയാണ് അഗ്രികൾച്ചർ കാറ്റഗറി. അഗ്രികൾച്ചർ കാറ്റഗറിയിൽ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വേണ്ടി നിരവധി ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് 80, ആക്റ്റീവ് സൈൻ, ആക്റ്റീവ് ഗോൾഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ. നിങ്ങൾ ഒരു കർഷകനാണെങ്കിൽ, അതെല്ലാം നിങ്ങൾ ഒരു ഗാർഡനിങ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ഇനി അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു അടുക്കള തോട്ടം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരാൻ ഈ പ്രൊഡക്റ്റുകൾ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ നമ്മളിപ്പോ ഏകദേശം പ്രൊഡക്റ്റ് കാറ്റഗറി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ എത്രയോ നാളുകളായി നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന്, തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ മോദിക്കിൽ നിന്ന് വാങ്ങിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ മോദിക്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. I can proudly say that your decision, your one decision will change your life. നിങ്ങളുടെ ഒരു തീരുമാനം ജീവിതത്തിന് അപ്പാടെ മാറ്റിമറിക്കും. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഉൽപ്പന്നങ്ങളൊന്നും മാറ്റി വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നതിലൂടെ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്, ശരിക്കും നമ്മൾ അത് മനസ്സിലാക്കാൻ പോവാണ്. Let's see how these daily use products can give you an extra income. എങ്ങനെയാണ് ഈ ഡെയിലി യൂസ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം തരാൻ പോകുന്നത്? വളരെ സിമ്പിൾ ആണ്. ഈ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളെ നിങ്ങളൊന്ന് തിരിച്ചു വിളിക്കണം. അവർക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡോക്യുമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ മോദി കെയറിൽ ഒരു മെമ്പർഷിപ്പ് നിങ്ങൾക്ക് തരും. ആൻഡ് യു വിൽ ഗെറ്റ് എ നമ്പർ, MCA നമ്പർ, മോദി കെയർ കൺസൾട്ടന്റ് അപ്ലിക്കേഷൻ നമ്പർ. ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് താഴെ പറയുന്ന 3 രീതിയിലൂടെ മോദി കെയറുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് മോദി കെയർ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം വിത്ത് മോസ്റ്റ് ഡിസ്കൗണ്ട്സ്. രണ്ടാമത്, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാം. മൂന്നാമത്, നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് കാണാം. എന്തൊക്കെയാണെങ്കിലും ശരി, നിങ്ങൾ ഒരു മോദി കെയർ മെമ്പർ ആണെങ്കിൽ പ്രൈമറി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 6 ബെനിഫിറ്റുകളാണ്. 6 ബെനിഫിറ്റുകളാണ് നിങ്ങൾക്ക് മോദി കെയറിലൂടെ നിങ്ങൾക്ക് ആദ്യം ലഭിക്കാൻ പോകുന്നത്. ഈ സ്ലൈഡിലേക്ക് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഇത്രയും കാലം നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിരുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് ആവറേജ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. എന്നാൽ ഇവിടെ മോദിക്കൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. 2, 100% മണി ബാക്ക് ഗ്യാരണ്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നമ്മുടെ സാധാരണ രീതിയിലുള്ള ബിസിനസ് രീതികളിൽ ഒന്നിലും നമുക്ക് 100% മണി ബാക്ക് ഗ്യാരണ്ടി കിട്ടാറില്ല. എന്നാൽ മോദിക്കൽ നിങ്ങൾക്ക് 100% മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. മൂന്നാമത്തെ കാര്യം, എല്ലാ പ്രൊഡക്ട്സുകൾക്കും അപ് ടു 20% ഡിസ്കൗണ്ട്, 20% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, 5750 രൂപ MRP വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് വെറും 5,000 rupees മാത്രമാണ്. സോ 750 രൂപയോളം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, ഓൺ എവറി പർച്ചേസ് 10% ഫ്രീ പ്രൊഡക്ട്സ്. 10% ഫ്രീ പ്രൊഡക്ട്സ്. 5750 രൂപയുടെ പർച്ചേസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 575 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, 7% മുതൽ 16% വരെ സബ്സിഡി നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പുതിയ ബെനിഫിറ്റ് ആണ്. 7 മുതൽ 16% വരെ നമുക്ക് സബ്സിഡി നമുക്ക് ലഭിക്കുന്നു. എങ്ങനെയാണ് സബ്സിഡി ലഭിക്കുന്നത്? എക്സാമ്പിൾ, 5,000 rupeesന്റെ ഉൽപ്പന്നമാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. സോ 5,000 rupeesന്റെ ഉൽപ്പന്നം വാങ്ങിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 50% ബിസിനസ് വോളിയം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതായത് 2,500. 2,500ന്റെ 7% 175 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇന്നുവരെ നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് ഇതുവരെയും നമുക്ക് ഒരു തരത്തിലും ഒരു ബെനിഫിറ്റ് പോലും നമുക്ക് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു ബെനിഫിറ്റ് പോലും നമുക്ക് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നമുക്ക് 175 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. ഇനി ആറാമത്തെ ബെനിഫിറ്റ്. ഈ ബെനിഫിറ്റ് ശരിക്കും നമ്മൾ നല്ല രീതിയിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ എത്രയോ മാസങ്ങളായി, എത്രയോ വർഷങ്ങളായി നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി നമ്മൾ വാദിക്കാറുണ്ട്. ഞാൻ ഈ ഉൽപ്പന്നമാണ് കുറെ കാലങ്ങളായി ഉപയോഗിക്കുന്നതെന്ന് പറയാറുണ്ട്. ബട്ട് മൈ ക്വസ്റ്റ്യൻ, ഇത്രയും കാലം ആ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് ഈ പറയുന്ന കമ്പനികൾ, ഈ ബ്രാൻഡുകൾ നിങ്ങൾക്ക് എന്താണ് തിരിച്ചു തന്നത്? നിങ്ങൾക്ക് എന്താണ് തിരിച്ചു തന്നത്? നമുക്കൊന്നും തിരിച്ചു തന്നിട്ടില്ല. എന്നാൽ മോദി കെയറിൽ നിങ്ങൾ ഒരു 6 മാസം മോദി കെയർ ഉൽപ്പന്നങ്ങൾ തുടർച്ചയായി വാങ്ങിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങളെ കാണുന്നത് ഒരു ലോയൽ കസ്റ്റമർ ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു വിശ്വസ്തനായ ഉപഭോക്താവായിട്ടാണ്. വിശ്വസ്തനായ ഉപഭോക്താവിന് കമ്പനി കൊടുക്കുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? 6 മാസം നിങ്ങൾ വാങ്ങിച്ച ഉൽപ്പന്നത്തിന്റെ ആവറേജ്, 6 മാസം നിങ്ങൾ വാങ്ങിച്ച ഉൽപ്പന്നത്തിന്റെ ആവറേജ് അത് 7ാമത്തെ മാസം നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും.
ഫോർ എൻ എക്സാമ്പിൾ 5,000 റുപ്പീസിന്റെ ഉൽപ്പന്നമാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ 6 മാസം 5,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ 7ാമത്തെ മാസം നിങ്ങൾക്ക് 5,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. ഈ സ്ലൈഡിൽ കാണിക്കുന്നത് പോലെ ഓരോ മാസവും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി വാങ്ങിക്കാം. അങ്ങനെയാണെങ്കിൽ 5,000 രൂപയുടെ പർച്ചേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് 2,500 രൂപയാണ് നമുക്ക് സേവിങ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. 50% സേവിങ്സ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇതാണ് മോദി കെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ ഷോപ്പ് ഒന്ന് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ 50% ഡിസ്കൗണ്ടോടുകൂടി 100% മണി ബാക്ക് ഗ്യാരണ്ടിയിൽ ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നു. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലൊരു ബൈങ് കൾച്ചർ നിങ്ങൾ ഒരു വർഷത്തേക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത്, നിങ്ങളുടെ സേവിങ്സ് എന്ന് പറയുന്നത് 36,000 രൂപയ്ക്ക് മുകളിലാണ്. അതാണ് ഈ ടേബിളിൽ കാണിക്കുന്നത്. 36,000 നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിനേക്കാൾ കൂടുതൽ, പലരുടെയും ഒരു മാസത്തെ ശമ്പളത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മൾ ചെയ്തത് എന്താണ്? നമ്മുടെ ഷോപ്പ് നമ്മൾ മാറ്റി. ഇത് മാത്രമാണ് നമ്മൾ ചെയ്തത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, മോദി കെയറിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഫസ്റ്റ് ഫേസ്, ദാറ്റ് മീൻസ് നമ്മൾ മോദി കെയറിൽ ഒരു മെമ്പർ ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മോദി കെയർ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. കാരണം മോദി കെയർ നിങ്ങൾക്ക് 10 തരം ബെനിഫിറ്റ്സ് തരാൻ തയ്യാറാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് 2 or 3 ബെനിഫിറ്റ്സുകൾ മാത്രമാണ്. നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്ന് വെച്ചാൽ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലായി, നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈമറി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചു. സോ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞുകൂടാ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബെനിഫിറ്റുകളാണ് മോദി കെയർ കമ്പനി ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ 10 തരം ബെനിഫിറ്റുകൾ കമ്പനി നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഓരോ ബെനിഫിറ്റും ഞാൻ ഡീറ്റെയിൽ ചെയ്യാം. അതിനു മുമ്പ് ഒരു ചെറിയൊരു കമ്മിറ്റ്മെന്റ് നമ്മൾ എടുക്കാൻ തയ്യാറാണ്. കാരണം ഒരു സീരിയസ് ബിസിനസ്സിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ തയ്യാറാവണം. ഐ എം ടോക്കിംഗ് അബൌട്ട് എ ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം. സീരിയസ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു, ഒപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ ആവശ്യമായ കുറച്ചുകൂടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു. അതിനെയാണ് നമ്മൾ ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 13,000 റുപ്പീസ് വർത്ത് വരുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. സോ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് പർച്ചേസിൽ തന്നെ നമ്മൾ കമ്പനിയുടെ 10% നമ്മൾ എത്തുന്നു എന്നുള്ള വലിയ ഒരു ബെനിഫിറ്റ് കൂടെ അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രവുമല്ല 13,000 റുപ്പീസ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം വിന്നറായി മാറുമ്പോൾ, ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് അച്ചീവർ ആയിട്ട് മാറുമ്പോൾ, ഒരു ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം അച്ചീവർ ആയിട്ട് മാറുന്ന സമയത്ത് ഏകദേശം 5,700 രൂപയുടെ ഡിസ്കൗണ്ടുകൾ നിങ്ങളെ കാത്തിരിക്കും. എന്ന് വെച്ചാൽ അവിടെയും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 50% നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടെന്നാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ മുന്നിൽ ഒരു നല്ല ഒരു ബിസിനസ് പ്ലാൻ ആണ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ദ ബിസിനസ് മോഡൽ ഈസ് വെരി സിമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതൊരു റെഫറൽ ബിസിനസ് മോഡലാണ്. ഈ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സുകൾ ലഭിച്ചു. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഈ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ളവരും ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ അയൽവാസികൾ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്നത്, ബന്ധുക്കൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് അവരോട് നമുക്ക് ഇതൊന്ന് സംസാരിച്ചു പോകും? അങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. യു ആർ സ്റ്റാർട്ടിംഗ് എ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ലോകത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബിസിനസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അത് മൊബൈൽ ആണെങ്കിലും ശരി, അത് ടെക്നോളജി ആണെങ്കിലും ശരി, അത് ഗോൾഡ് ആണെങ്കിലും ശരി, മറ്റുള്ള ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി, പ്രോഡക്റ്റുകൾ നല്ലതായാൽ മാത്രം പോരാ, അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കൂടെ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോഴാണ് അത് ശക്തമായ ഒരു ബിസിനസ് മോഡലായിട്ട് മാറുന്നത്. അങ്ങനെ ലോകത്തിൽ ഏറ്റവും ശക്തമായ ഒരു ബിസിനസ് മോഡൽ ചെയ്തെടുക്കാനുള്ള ഒരു വലിയ അവസരമാണ് മോദി കെയർ നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. എങ്ങനെയാണ് നമ്മൾ ബിസിനസ് മോഡൽ നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? വെരി സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു, നിങ്ങൾ നിങ്ങളുടെ 4 സുഹൃത്തുക്കളോട് നിങ്ങൾ സംസാരിക്കുന്നു, 4 ഫാമിലിയോട് സംസാരിക്കുന്നു. കാരണം അവരുടെ വീട്ടിലും ഈ ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന എത്രമാത്രം ഉൽപ്പന്നങ്ങളാണ് ഇന്ന് മോദി കെയർ കമ്പനി നിങ്ങൾക്ക് തരുന്നത്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഈ കാണിക്കുന്ന എല്ലാ വീടുകളിലും ആവശ്യമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങി വൈകുന്നേരം ഉറങ്ങുന്നത് വരെ നിരവധി ഉൽപ്പന്നങ്ങളിലൂടെ, നിരവധി ബ്രാൻഡുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്.
എന്നാൽ ഈ പറയുന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് മോദിക്കയിലൂടെ മാത്രമാണെന്നിരിക്കെ എന്തുകൊണ്ട് നമ്മൾ മോദിക്കർ ഉപയോഗിക്കുന്നില്ല? സോ മോദിക്കർ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു, നമ്മുടെ അയൽവാസികളെ, നമ്മളുടെ ബന്ധുക്കളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അവരും ഇതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഈ സ്ലൈഡ് നോക്കുന്ന സമയത്ത് മനസ്സിലാകും, ഇവിടെ നിങ്ങൾക്ക് 10,000 rupees വർത്ത് പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ദെൻ മറ്റുള്ളവരും അതുപോലെ തന്നെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നു. ഇങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ കണക്കുകൾ എളുപ്പത്തിൽ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ ഇത്തരത്തിലൊരു കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. താഴെ നമുക്കൊരു സ്ലാബ് കാണിക്കുന്നുണ്ട്. ഈ സ്ലാബിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നേരത്തെ നമുക്ക് 7% നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ അത് 16% വരെ ലഭിക്കാനുള്ള സാധ്യതയും ഇവിടെ നമുക്കുണ്ട്. സോ ഈ മാസത്തെ ഫസ്റ്റ് മന്തിലെ ടോട്ടൽ ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1205 PV ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് വരുന്നത് 13%-ലാണ്, 13%-ലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മളുടെ പൊസിഷൻ നിൽക്കുന്നത്. നമ്മുടെ ടീമിലേക്ക് വന്ന അല്ലെങ്കിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്ത, നമ്മൾ കണക്ട് ചെയ്ത ആളുകൾ എല്ലാവരും 10%-ലാണ്. കാരണം അവരുടെ ഫസ്റ്റ് പർച്ചേസിൽ തന്നെ അവർ 10% അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. സോ 13%-ഉം അതുപോലെ തന്നെ 10%-ഉം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3% ആണ്. സോ ആ 3% ആണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് മന്തിൽ നമുക്ക് ലഭിക്കുന്നത്. അത് മാത്രവുമല്ല, നമ്മൾ 13,000 വർത്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരുപാട് ഫ്രീ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ അതേ കാറ്റഗറിയിൽ തന്നെ നമ്മൾ മറ്റുള്ളവരെ സ്പോൺസർ ചെയ്തതുകൊണ്ട് അഡീഷണൽ ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്നു. സോ ടോട്ടൽ നമുക്ക് ഏകദേശം 7,842 രൂപയോളം അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഫസ്റ്റ് മന്തിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. ഡിയർ ഫ്രണ്ട്സ്, ആലോചിക്കുക, നമ്മളൊരു ഷോപ്പ് തുടങ്ങിയിട്ടില്ല, നമ്മളൊരു ഗോഡൌൺ തുടങ്ങിയിട്ടില്ല, നമ്മളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയാവുന്ന കാര്യമാണ്. കാരണം ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി നിങ്ങൾക്ക് ഒരു മൊബൈൽ ആപ്പ് നിങ്ങൾക്ക് തരുന്നു. സോ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഈ മാസം നമ്മൾ 1205 ബിസിനസ് പോയിന്റ് വാല്യൂലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ നമ്മൾ 13%-ലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സോ അടുത്ത മാസത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെക്സ്റ്റ് മന്തിൽ നമ്മളുടെ കൂടെയുള്ളവർക്കെല്ലാം ഇതേപോലെ തന്നെ സെയിം ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നു. സോ അവരെല്ലാവരും ഏകദേശം 741 PV അവർ പർച്ചേസ് ചെയ്യുന്നു. 4 പേരും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നു. ആക്ച്വലി ഇവിടെ നിങ്ങൾ ഇവരുടെ എല്ലാവരുടെയും വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ടോട്ടൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും 2,964 PV-ലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഈ ഒരു ബിസിനസ് പ്ലാനിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ മാസം നമ്മൾ ചെയ്ത 1,205 പോയിന്റ്സ് കൂടെ ഈ മാസത്തേക്ക് കമ്പനി ആഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ അക്യുമുലേറ്റീവ് ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. അക്യുമുലേറ്റീവ് ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. സോ നമ്മളുടെ 10 ബോണസിലെ ആ മൂന്നാമത്തെ ബോണസ് ആണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്. സോ 2,964 കൂടെ 1,205 കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 4,169 PV. ദാറ്റ് മീൻസ് യു ക്വാളിഫൈഡ് ആസ് എ ഡയറക്ടർ. നിങ്ങളുടെ പെർസെന്റേജ് 16%-ലേക്ക്. ഒപ്പം നിങ്ങളുടെ താഴെയുള്ളവരുടെ പെർസെന്റേജും 10%-ലാണ് നിൽക്കുന്നത്. സോ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്നത് 6% ആണ്. സോ യു വിൽ ഗെറ്റ് 4,800 rupees. ഒപ്പം നിങ്ങൾ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടെ അച്ചീവ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഡയറക്ടർ ബോണസിന് കൂടെ എലിജിബിലിറ്റി ലഭിക്കുന്നു. സോ നിങ്ങളുടെ ഇൻകം 10,804. മൈ ഡിയർ ഫ്രണ്ട്സ്, സെക്കൻഡ് മന്തിൽ നമുക്ക് 10,000 രൂപയോളം നമുക്ക് മോദി കെയറിലൂടെ നമുക്ക് വരുമാനമായിട്ട് നമുക്ക് ലഭിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള ബിസിനസ്സുകളുമായി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റോ മുതൽ മുടക്കുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് വളരെ ഈസിയായി വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ അയൽവാസികളെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാം ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു എക്സ്ട്രാ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ സംസാരിച്ചത് മോദി കെയറിലെ മൂന്നാമത്തെ വരുമാനം മാത്രമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരോട് ഈ ബിസിനസിനെ കുറിച്ച് പറയാൻ തീർച്ചയായിട്ടും താല്പര്യം കാണിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം ഇന്നുവരെ നമുക്ക് ഇതുപോലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, വലിയ വലിയ ബ്രാൻഡുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ നമുക്ക് ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ഡയറക്ടർ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി നിങ്ങൾക്ക് അടുത്ത ബോണസ് നിങ്ങൾക്ക് തയ്യാറാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡയറക്ടർ ബോണസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഡയറക്ടർ ബോണസ് ഇത് വളരെ രസകരമായ ഒരു ബോണസ് ആണ്. കാരണം ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല കമ്പനി നിങ്ങൾക്ക് ഈ ബോണസ് നിങ്ങൾക്ക് തരുന്നത്. കമ്പനിയുടെ ഓൾ ഇന്ത്യ നടക്കുന്ന ബിസിനസിന്റെ 4% മാറ്റിവെച്ച് ആരൊക്കെയാണോ ഡയറക്ടർ ബോണസിലേക്ക് വരാൻ എലിജിബിലിറ്റി ലഭിച്ച ആളുകൾ അവരുടെ പെർഫോമൻസിനെ കണക്കിലെടുത്തുകൊണ്ടാണ് കമ്പനി അവർക്ക് ഡയറക്ടർ ബോണസ് പൂൾ കൊടുക്കുന്നത്. ദെൻ
ഈ ബോണസ് ലഭിക്കുന്ന നിരവധി ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് മോദി കെയറിന്റെ ഡയറക്ടേഴ്സ് ബോണസ് പൂൾ എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. ദെൻ നമ്മുടെ ബിസിനസ് കഴിയുന്നില്ല, ഇനിയും മുന്നോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബിസിനസ് ഒരു വിൻ വിൻ പോളിസി ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മാത്രമല്ല ഇവിടെ വിജയിക്കുന്നത്, നിങ്ങളുടെ കൂടെയുള്ളവരെയും നിങ്ങൾ വിജയിപ്പിക്കണം. മറ്റുള്ള എല്ലാ ബിസിനസ്സിലും നമ്മൾ ഒരു കോമ്പറ്റീഷനാണ് കാണുന്നതെങ്കിൽ ഈ ബിസിനസ്സിൽ നമ്മൾ കാണുന്നത് ഒരു കോപ്പറേഷൻ, ഒരു സഹകരണമാണ്. പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡയറക്ടർ ബോണസിൽ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ഡയറക്ടറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, മറ്റൊരു ഡയറക്ടർ ബോണസ് അച്ചീവ് ചെയ്യുന്ന ഒരു ഡയറക്ടറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ടൈറ്റിൽ വ്യത്യാസം വരുന്നു. നമ്മൾ സീനിയർ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നമ്മൾ പ്രൊമോഷൻ ആകുന്നു എന്ന് മാത്രമല്ല, കമ്പനി നമുക്കൊരു പുതിയ ബോണസിന് കൂടെ കമ്പനി നമുക്ക് സാധ്യത നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പുതിയൊരു ബോണസ് കൂടെ നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതിനെ നമ്മൾ പറയുന്ന ടീം ബിൽഡർ ബോണസ് പൂൾ എന്നാണ്. ടീം ബിൽഡർ ബോണസ് പൂൾ. ഈ ബോണസ് ലഭിക്കാൻ നമുക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ടീമിൽ ഒരു ക്വാളിഫൈഡ് സീനിയർ ഡയറക്ടർ ഉണ്ടായിരിക്കണമെന്നാണ്. മീൻസ് നിങ്ങൾ ഒരു സീനിയർ ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോണസ് ലഭിക്കും. സീനിയർ ഡയറക്ടർക്ക് മാത്രമാണോ ലഭിക്കുന്നത്? ഒരിക്കലുമല്ല. സീനിയർ ഡയറക്ടർ മുതൽ കമ്പനിയുടെ ടോപ്പ് റാങ്ക് വരെ ഈ ടീം ബിൽഡർ ബോണസ് ലഭിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ടീം ബിൽഡർ ബോണസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മോദി കെയറിന്റെ ബോണസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോണസുകൾ ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ മോദി കെയറിലെ ഏറ്റവും രസകരമായ ഒരു ബോണസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബോണസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ഡയറക്ടർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടീം ബിൽഡർ ബോണസ് ലഭിക്കുന്നു. എന്നാൽ ടീം ബിൽഡർ ബോണസ് മാത്രമല്ല ലഭിക്കുന്നത്, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ഫണ്ട് കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ചുറ്റിക്കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് മോദി കെയർ തരുന്നു. എവറി ഇയർ കമ്പനി നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് തരുന്നു. സോ ആ ട്രിപ്പ് നിങ്ങൾക്ക് എലിജിബിൾ ആവുന്നു. ബോണസിലൂടെ നിങ്ങൾക്ക് ട്രാവൽ ഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവറി ഇയർ കമ്പനിയുടെ ഇന്റർനാഷണൽ ട്രിപ്പ് നിങ്ങൾക്ക് എലിജിബിൾ ആവും. അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് സീനിയർ ഡയറക്ടേഴ്സിന്റെ അബോവ് ആയിട്ടുള്ള ആളുകളാണ്. അടുത്തത്, അഗെയിൻ നിങ്ങളൊരു സീനിയർ ഡയറക്ടർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്നാമതൊരു ബോണസ് കൂടെ നിങ്ങൾ ലഭിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ടീമിൽ മിനിമം ഒരു മാസം ഒരു 2 ലക്ഷം രൂപയുടെയെങ്കിലും ബിസിനസ് ചെയ്യാവുന്ന രീതിയിലേക്ക്, ഒരു മാസം ഒരു 2 ലക്ഷം രൂപയുടെ ബിസിനസ് എങ്കിലും വരാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഒരു ടീമിനെ നിങ്ങൾ വാർത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ കമ്പനിയുടെ ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോണസ് നിങ്ങൾ എലിജിബിൾ ആവും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ബോണസ് മാത്രം ലക്ഷക്കണക്കിന് രൂപ വരുമാനമായി വാങ്ങിക്കുന്ന നിരവധി ആളുകൾ ഇന്ന് മോദി കെയറിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ ഇത് നിങ്ങൾക്ക് കമ്പനിയുടെ ഏറ്റവും ടോപ്പ് റാങ്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു ബോണസ് ലഭിക്കുന്നു. മോദി കെയറിലെ ഏറ്റവും ഹയസ്റ്റ് ബോണസ് കൂടിയാണ് ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് എന്ന് പറയുന്നത്. കമ്പനി അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 15% ആണ്. മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന ബിസിനസിന്റെ 15% ആണ് കമ്പനി ഈ ഒരു ബോണസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 15% എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇന്ന് കമ്പനി ഒരു മാസം ചെയ്യുന്ന ടേൺ ഓവർ എന്ന് പറയുന്നത് തന്നെ 150-200 കോടി രൂപയോളമാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, 15% എന്ന് പറയുന്ന സമയത്ത് ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് അഥവാ LPB ബോണസ് മാത്രം ഒരു വലിയ എമൗണ്ട് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലൈഫ് സ്റ്റൈൽ ബോണസിനെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ട്രാവൽ ഫണ്ടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കുന്ന ലൈഫ് സ്റ്റൈൽ ബോണസിനെ കുറിച്ചാണ്. ലൈഫ് സ്റ്റൈൽ ബോണസിൽ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോണസ് കമ്പനി നമുക്ക് തരുന്നു. അതാണ് ഡ്രീം വെഹിക്കിൾ ബോണസ് എന്ന് പറയുന്നത്. ഈ ബോണസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയാറില്ല. ഇവിടെ നമുക്ക് മോദി കെയർ കമ്പനി നമുക്ക് കാർ അച്ചീവർ ആവുന്നതിന് വേണ്ടി നമുക്ക് 5% നമുക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഡ്രീം വെഹിക്കിൾ ബോണസ് പൂളിൽ നമുക്ക് 5% മാറ്റിവെച്ചിട്ടുണ്ട്. എന്താണ് എലിജിബിലിറ്റി? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ഡയറക്ടർ ആയതിനു ശേഷം നിങ്ങൾ 3 ക്വാളിഫൈഡ് ഡയറക്ടേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. 3 ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കിന്റെ പേരോ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നാണ്. നിങ്ങൾ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയതിനു ശേഷം നിങ്ങൾ 3 ക്വാളിഫൈഡ് ഡയറക്ടേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്ത 2 മാസം നിങ്ങൾ ആ ക്വാളിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ മാസം മുതൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡ്രീം വെഹിക്കിൾ ബോണസ് വരുന്നു. എന്നാൽ നിങ്ങൾ എപ്പോഴാണോ കാർ എടുക്കുന്നത് ആ സമയത്താണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ ഒരു കാർ അച്ചീവ് ചെയ്ത 100-ലധികം ആളുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മിഷൻ 100 എന്ന് പറയുന്ന ടീം ഗ്ലോബൽ ഡിക്ലെയർ ചെയ്ത മിഷൻ 100 എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിലൂടെ ഇന്ന് 100 കാർസ് ഓൺ റോഡ് എന്ന ഒരു പ്രൊജക്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇന്ന് 100-ലധികം ആളുകളാണ് അവരുടെ ഇഷ്ടവാഹനം ഇന്ന് മോദി കെയർ ഡ്രീം വെഹിക്കിൾ ബോണസ് പൂളിലൂടെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഒരു മാസം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ബോണസ് പൂളിലൂടെ കാർ ഫണ്ട് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, കാർ ഫണ്ട് നേടിയതിനു ശേഷം കമ്പനി നിങ്ങൾക്ക് തരുന്ന അടുത്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബോണസ് എന്ന് പറയുന്നത് ഡ്രീം ഹോം ബോണസ് പൂളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് പലപ്പോഴും പലർക്കും സാധിക്കാറില്ല, കാരണം അത് വലിയ ഒരു ചലഞ്ച് ആയതുകൊണ്ട് തന്നെ. എന്നാൽ മോദി കെയറിൽ നിങ്ങൾ 6 ക്വാളിഫൈഡ് ഡയറക്ടേഴ്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, അടുത്ത 2 മാസം അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ, 4ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് മോദി കെയറിന്റെ ഡ്രീം ഹോം ബോണസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഡ്രീം ഹോം ബോണസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. പലപ്പോഴും ഒരു പക്ഷേ ഈ ഒരു പ്രസന്റേഷൻ കേൾക്കുന്ന ആളുകൾക്ക് തോന്നാം, ഇതൊക്കെ സാധിക്കുന്ന കാര്യമാണോ? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെല്ലാം നേടിയതിനു ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതെല്ലാം നേടിയതിനു ശേഷമാണ് ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് മോദി കെയർ വളരെ സക്സസ്ഫുള്ളി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം നേടിയെടുത്ത ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇന്ന് ഡ്രീം ഹോം ബോണസ് വാങ്ങിക്കുന്ന ഏകദേശം 40ഓളം ആളുകളുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ എന്ത് സ്വപ്നങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് പ്ലാനിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം. എനിക്കറിയാം, ഒരുപക്ഷെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ ഇനിയും ഉണ്ടാകും. അത്തരക്കാർക്ക് വേണ്ടി മറ്റൊരു പ്രധാനപ്പെട്ട ബോണസ് കൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡ് ന്യൂ വേർഷൻ നമുക്ക് തന്ന ഏറ്റവും വലിയ പുതിയ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം ഫണ്ടിന് ശേഷം നിങ്ങൾക്ക്, ദാറ്റ് മീൻസ് 6 ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ അടുത്ത 2 പേരെ കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് 8 ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി നിങ്ങൾക്ക് തരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോണസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് അറ്റൂട്ട് ബന്ധൻ ബോണസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, അറ്റൂട്ട് ബന്ധൻ ബോണസ് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 2% അതിനു വേണ്ടി മാറ്റിവെക്കുന്നു. ക്രൗൺ ഡയമണ്ട് തുടങ്ങി മുകളിലേക്കുള്ള 3 റാങ്കിലും ഈ പറയുന്ന ബോണസ് എലിജിബിൾ ആണ്. ഇതിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഒരു മാസം നിങ്ങൾക്ക് ഈ ബോണസ് മാത്രം 21 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വരുമാനമായി വാങ്ങിച്ചെടുക്കാനുള്ള ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി ഈ ഒരു ബിസിനസ് പ്ലാനിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു സാധ്യത ഈ ബിസിനസ് പ്ലാനിലുണ്ടെന്ന് മനസ്സിലാക്കുക. 21 lakhs per month ഈ ബോണസ് മാത്രം, മറ്റുള്ള ബോണസുകൾ വേറെയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇഫ് യു ആർ എ ക്രൗൺ ഡയമണ്ട് ഡയറക്ടർ ആൻഡ് അബോവ്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ബോണസിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാകും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, മോദി കെയർ ബിസിനസിന്റെ 10 തരത്തിലുള്ള ബോണസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പക്ഷേ ചിലർക്കെങ്കിലും ആദ്യമായിട്ട് ഈ ഒരു പ്ലാൻ കേൾക്കുന്ന സമയത്ത് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ അടുത്ത സ്ലൈഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദിസ് ഈസ് അബൌട്ട് അവർ റിവാർഡ്സ് ആൻഡ് ബോണസസ്. ഇതാണ് നമ്മുടെ റിവാർഡ്സും നമ്മുടെ ബോണസുകളും. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റാങ്കുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്വാളിഫയിങ് കണ്ടീഷൻസ് നിങ്ങൾക്ക് അടുത്ത കോളത്തിൽ കാണാൻ കഴിയും. റിവാർഡുകൾ എന്തൊക്കെയാണെന്നുള്ളത് ലാസ്റ്റ് കോളത്തിൽ കാണാൻ കഴിയും. സോ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ഒരു സീനിയർ ഡയറക്ടർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ട്, റിറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, APB ഉണ്ട്, ടീം ബിൽഡർ ബോണസ് ഉണ്ട്, ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് ഉണ്ട്, ട്രാവൽ ബോണസ് ഉണ്ട്. അതേസമയം നിങ്ങൾ ഒരു ഡയറക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് മാത്രമായി കമ്പനി ഡയറക്ടർ ബോണസ് സെപ്പറേറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രസിഡൻഷ്യൽ ആവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ ബോണസുകൾ കൂടാതെ തന്നെ നിങ്ങൾക്ക് കാർ ബോണസും ഹൗസ് ബോണസും കൂടെ കമ്പനി നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ ഒരു ക്രൗൺ ഡയമണ്ട് ഡയറക്ടർ ആവുന്ന സമയത്ത് കമ്പനി നിങ്ങൾക്ക് തരുന്ന എല്ലാ ബോണസുകളും നിങ്ങൾക്ക് ആസ്വദിക്കാം. ഒരു ക്രൗൺ ഡയമണ്ട് ഡയറക്ടർ ആവുന്ന സമയത്ത് കമ്പനിയുടെ എല്ലാ ബോണസുകളും നിങ്ങൾക്ക് ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇതാണ് മോദി കെയറിന്റെ ബ്യൂട്ടിഫുൾ സമീർ മോദി ആസാദി പ്ലാൻ അൺലിമിറ്റഡ് എന്ന ന്യൂ വേർഷൻ. സോ ഈ ഒരു വേർഷനിൽ നിന്ന് നിരവധി ആളുകളാണ് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ദെൻ ഈ ഒരു സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി കമ്പനി നമുക്ക് തരുന്ന സപ്പോർട്ട് എന്തൊക്കെയാണ്? സക്സസ് പ്രിൻസിപ്പിൾസ് ബൈ മോദി കെയർ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം കമ്പനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് സോ മെനി ട്രെയിനിങ് ടൂൾസ് ആൻഡ് വി ആർ ഗിവിംഗ് വേൾഡ് ക്ലാസ് ട്രെയിനിങ് സപ്പോർട്ട്സ്. റീജിയണൽ ലാംഗ്വേജുകളിൽ ട്രെയിനിങ് ടൂൾസ് അവൈലബിൾ ആണ്. നിരവധി ഭാഷകളിൽ നമുക്ക് ട്രെയിനിങ് ടൂൾസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ
നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് ഇന്ന് മോദി കെയർ നമുക്ക് തരുന്നു. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ വലിയ റെവല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനായി ഇന്ന് ടീം ഗ്ലോബൽ മാറിയിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, അക്രോസ് ദ കൺട്രി എന്ന് തന്നെ പറയാൻ ഞാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. സക്സസ് പ്രിൻസിപ്പിൾസ് ബൈ മോദി കെയർ എന്ന് പറയുന്ന മോദി കെയറിന്റെ ലേണിംഗ് സിസ്റ്റവും ഒപ്പം ടീം ഗ്ലോബൽ ലേണിംഗ് സിസ്റ്റം കൂടെ ചേരുന്നതോടുകൂടി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തിയാണെങ്കിലും ശരി, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മോദി കെയർ ചെയ്ത് വിജയിക്കാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് ഇന്ന് ടീം ഗ്ലോബൽ നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. എല്ലാ ദിവസവും നടക്കുന്ന പ്രോഗ്രാമുകളിലൂടെ, സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് മെറ്റീരിയൽസിലൂടെ, സിമ്പിൾ ടൂൾസിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മോദി കെയർ എന്ന് പറയുന്ന ഒരു ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങൾ ഈ ബിസിനസ്സിൽ ആദ്യമായിട്ട് വിജയിക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ല എന്നത് ആദ്യമേ മനസ്സിലാക്കുക. Now Modi Care business, it's not an experiment, my dear friends. It is a proven business. ഇതൊരു തെളിയിക്കപ്പെട്ട ഒരു ബിസിനസ് മോഡലാണ്. നിരവധി ആളുകൾ അവരുടെ ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങൾ ഇന്ന് ഈ ഒരു ബിസിനസ്സിലൂടെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യം, 100-ലധികം കാർ അച്ചീവേഴ്സ്, 50-ലധികം മാസം 1 ലക്ഷം മുതൽ 6.5 ലക്ഷം രൂപ വരെ പ്രതിമാസം വരുമാനമായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നിരവധി ഇന്റർനാഷണൽ ട്രിപ്പ് അച്ചീവേഴ്സ്, 50,000-ന് മുകളിൽ വരുമാനം വാങ്ങിക്കുന്ന 100 കണക്കിന് ആളുകൾ, 10,000-ന് മുകളിൽ വരുമാനം വാങ്ങിക്കുന്ന നിരവധി ആളുകൾ ഇതിനോടകം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ്സിലേക്ക്, ലോകത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സോ ഒരിക്കലും സമയം വേസ്റ്റ് ചെയ്യരുത്, ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യരുത്. കാരണം തീരുമാനങ്ങൾക്ക് വലിയ വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങൾ ഒരുപക്ഷെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്തൊരു തീരുമാനം ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എന്റെ പാർട്ട്ണർ മിസ്റ്റർ ദിനേശ് നാരായണനും കൂടി എടുത്ത ആ ഒരു തീരുമാനം ഇന്ന് പലരുടെയും ജീവിതത്തിനെ വലിയ രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനം അതുപോലെ തന്നെയായിരിക്കും. നിങ്ങളുടെ തീരുമാനം ഇനി വരാൻ പോകുന്ന ആയിരങ്ങൾക്ക് ഒരു വലിയ പ്രചോദനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീരുമാനങ്ങൾ വളരെ ശക്തമായിരിക്കും. നിങ്ങളുടെ തീരുമാനം അതിശക്തമാണെന്നുണ്ടെങ്കിൽ സമീർജി നമ്മളോട് പറയുന്നത്, ഒരു സ്റ്റെപ്പ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ 2 സ്റ്റെപ്പ് വെക്കാൻ ഞാൻ റെഡിയാണെന്നാണ് പറയുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇന്ന് മോദി കെയറിൻസിന് പറയാനുള്ളത്, പുതുതായിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ we are ready to take 10 steps, my dear friends. 10 സ്റ്റെപ്പ് വെക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ ആസാദി റെവല്യൂഷൻ, അതിന്റെ ഭാഗമായി എല്ലാവരും മോദി കെയറിലേക്ക് എത്രയും പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യുക, ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് മാറുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ മോദി കെയർ ഒരു വലിയ പ്ലാറ്റ്ഫോം ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much, sir. Thank you so much.